ഹായ് ഹലോ, ഞാനിന്ന് ഇവിടെ ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഉരുളക്കിഴങ്ങ് 2 മുട്ടയും വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ചോറ് കഴിക്കാനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല ബെസ്റ്റ് ഇതാണ്. നമ്മൾ അപ്പത്തിന് വരെ സൂപ്പറാണ്. ഞാനിവിടെ അതിനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കാലം എനിക്ക് തോന്നുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പത്തിന് നമ്മൾ ചമ്മന്തി തോരൻ ഉണ്ടാക്കത്തില്ലേ, അതുമാതിരി തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഈ 2 മുട്ടയും ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ആണിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ജസ്റ്റ് നമുക്ക് കയറി വന്നാൽ കറി കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സെക്കൻഡുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ഇച്ചിരി കൂടി നമുക്കിതിന് ആവശ്യമുണ്ട്. അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് വറ്റൽമുളകും നമുക്ക് കറിവേപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ആദ്യം ഇതിന് ഫസ്റ്റ് ടൈം കടുക് വറുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞ് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇതിട്ട് കൊടുക്കണം. അതിന് മുമ്പേ നമുക്ക് ചതച്ച വെളുത്തുള്ളിയാണ് കുറച്ചിട്ട് കൊടുക്കേണ്ടത്. ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇച്ചിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു ചെറിയ ടീസ്പൂണിൻ്റെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാവേ. ഇത് നമുക്ക് വേണമെങ്കിൽ ചതച്ച് ഇട്ട് കൊടുക്കാം, അല്ലാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അപ്പോഴൊക്കെ സിമ്മിലായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ അത് ഇറങ്ങിക്കോളും ഒന്ന് മൂത്ത് വന്നിട്ട്. അപ്പോൾ ഞാൻ ഈ ചെറിയ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ ക്യൂബ്സായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കിതിന് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വയ്ക്കണം. ശകലം ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. വേവാൻ വേണ്ടി നമ്മൾ വഴറ്റുന്നില്ല, മൂപ്പിക്കാൻ വേണ്ടിയും വഴറ്റുന്നില്ല. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ വേവ് ഒരു തോരത്തിനും കൂടെ ആയതുകൊണ്ട് ഒരു 3/4 ഭാഗം വേവ് മതി. അപ്പോൾ നമ്മളതങ്ങനെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും കൂടെ, കാശ്മീരിയോ എരിവുള്ളതോ ഏത് വേണേലും ചേർക്കാം. നമ്മളിതിൽ വേറെ കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാലയൊക്കെ ആഡ് ചെയ്യുന്നവർക്ക് ചേർക്കാം. അതൊക്കെ വേറെ വെറൈറ്റി ടേസ്റ്റുകളിയാവും. അതിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മളിതെല്ലാം കൂടി ഒന്ന് ഒന്ന് വരട്ടിയെടുക്കുകയാണ്. നമ്മൾ ഓരോന്നും ഉണ്ടാക്കുമ്പോഴാണ് പുതിയ പുതിയ ഡിഷ് നമുക്ക് ഉണ്ടായി വരുന്നത്. അല്ലാണ്ട് ഇതൊന്നും ആരും എത്ര വർഷത്തിന് മുമ്പ് എഴുതി വെച്ചിട്ടുള്ളതൊന്നും അല്ലല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേരുവകൾ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അത് പുതിയ പുതിയ ഡിഷുകളായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ ഇതൊക്കെ, എനിക്ക് ചിക്കൻ മസാല യൂസ് ചെയ്താൽ ചോറിന് എനിക്കിത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ യൂസ് ചെയ്ത് കാണിക്കാത്തത്. ഇത് ഉണ്ടാക്കി നമ്മൾ കഴിക്കണമല്ലോ. ഇനി ഇത് ഒന്ന് ഒതുക്കി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. 2 മുട്ടയാണ് അതിൽ പൊട്ടിച്ചൊഴിക്കേണ്ടത്. നമ്മൾ എടുത്തു വെച്ചിരുന്നില്ലേ 2 മുട്ട. മുട്ട പൊട്ടിക്കുമ്പോൾ ചിരിക്കരുത്. മുട്ടയും ഞാനും തമ്മിൽ വലിയ പ്രശ്നമാണ്. അത് പൊട്ട വലിയ പാടാണ്. അപ്പോൾ അതിന് നമുക്കിനി ഇതിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല, കാരണം എനിക്ക് കല്ലുപ്പിട്ടിരുന്നത് കൊണ്ട് ഉരുളക്കിഴങ്ങിൽ നല്ല പോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. നിങ്ങൾ ഇതിൽ ഇടുമ്പോൾ ഒരു പിഞ്ച് ഉപ്പ് പൊടിയുപ്പാണെങ്കിൽ മുട്ടയ്ക്കും കൂടെ വേണ്ടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മൾ അതിനെ നല്ലതുപോലെ കിണ്ടി നല്ല അറിയുമല്ലോ, ഡ്രൈ പോലെ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. നല്ല ഒന്ന് സെറ്റായി വരട്ടെ. അതിനുശേഷം നമുക്ക് ചേർത്താൽ മതി. അത് വേണമെങ്കിൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇച്ചിരി തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി ഇടുന്നുള്ളൂ. അത് വേണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പച്ച തേങ്ങ ഇങ്ങനെ ഇടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റും കൂടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇല്ലാത്ത പരിപാടി എനിക്കില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഇത് പാചകം ചെയ്ത് തുടങ്ങുന്ന കുട്ടികൾക്ക് ബെസ്റ്റിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടേ സൂപ്പറായിട്ട് അവർക്ക് ഇതെടുത്ത് എടുക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.